വചനത്തിലേക്ക് വരുവാൻ കർത്താവിന് ശരണപ്പെടുകയാണ്. Let me come to the word of God. ഇന്ന് പകൽക്കാലത്തെ ധ്യാനത്തിനായി ഒരു വേദശകലം വായിപ്പാൻ കർത്താവിന് ശരണപ്പെടുന്നു. Let us move into the scripture by reading a passage. 3 യോഹന്നാന്റെ ലേഖനം 1-2 വാക്യങ്ങളാണ് വായിപ്പാൻ 3 ആഗ്രഹിക്കുന്നത്. John verses 1 and 2. അവിടെ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത്, പ്രിയനേ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. The elder to the beloved Gaius, whom I love in truth. Beloved, I pray that all may go well with you, that you may be good in health as it goes well with your soul. ഇന്ന് രാവിലെ സമയം ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അല്പമായി ചിന്തിക്കാനുള്ള അവസരം ദൈവം നൽകി തന്നു. May in the first session, in the first service also, God enabled me to speak from this passage. നിങ്ങളോട് ചേർന്ന് ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. I trust in the Lord to share a few thoughts from this passage. എന്നാൽ രാവിലെ പറഞ്ഞ മെസ്സേജിൽ നിന്ന് വ്യത്യസ്തമായി അതിനകത്ത് ഒത്തിരി വലിയൊരു സന്ദേശം ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് 3 യോഹന്നാന്റെ ലേഖനം എന്ന് പറയുന്നത്. 3 John is a letter that has been written with significant message. പുതിയ നിയമത്തിൽ ഒരധ്യായങ്ങളുള്ള വ്യത്യസ്ത പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയമേറിയ ആത്മബന്ധങ്ങളുടെ, ക്രിസ്തീയ ജീവിതത്തിന്റെ ബന്ധങ്ങളുടെ ആഴങ്ങളെ കൃത്യമായി വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് 3 യോഹന്നാന്റെ ലേഖനം. 3 John is only one chapter in this entire book, but this is a book, or this is a letter that speaks about relationship, especially beloved relationship one with another. നമുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും? For people whom we love, who are beloved to us, how well can we pray for them? നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമുക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കും? People who love us, how well can they pray with us or for us? എങ്ങനെയാണ് ജനം നമ്മളെ ഇഷ്ടപ്പെടുന്നത്? How will people like us? ഒരു നല്ല വ്യക്തിത്വത്തിന് നാം ഉടമകളായാൽ നമ്മളെ സ്നേഹിപ്പാൻ ഒരുപാട് ജനം നമ്മുടെ കൂടെ ഉണ്ടാകും. If you and I become people with fine qualities, character, people will indeed love us. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചോദിക്കാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത സ്വഭാവങ്ങൾ ഉണ്ടോ? Are there qualities in me which you and I don't like and personally don't appreciate within ourselves? എന്നിലുള്ള ചില സ്വഭാവങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയുള്ള ചില സ്വഭാവങ്ങളെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയുകയും അതിനെ കറക്റ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്താൽ നമുക്ക് സ്വഭാവ ശുദ്ധീകരണം വരുത്താനിടയായിത്തീരും. If I find within me some qualities, some characteristic marks which I really don't like, may the Holy Spirit give us a grace that we rectify it and completely remove it from our life. മറ്റുള്ളവരിൽ നാം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മളിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധ ചെലുത്തിയാൽ നമുക്കൊരു നല്ല വ്യക്തിത്വത്തെ വാർത്തെടുക്കാൻ കഴിയും. Even when we consider others, what we don't like in them, our prayer should be, Lord, what they don't do and which I don't like, I don't want to become a replica of the same things. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ, നിങ്ങളുടെ ഫാമിലി സർക്കിൾ, നിങ്ങളുടെ സഭയിൽ, നമ്മുടെ സമൂഹത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ കുറെ പേര് കാണും, നിങ്ങൾ ഇഷ്ടപ്പെടാത്തവർ കുറെ പേര് കാണും. In your circle, in your social circle, in your friend circle, there may be people that you really like and you really don't like. നിങ്ങൾ രോഗിയാകുമ്പോൾ, when you become sick, നിങ്ങൾ പ്രശ്നങ്ങളിൽ കൂടെ when you go പോകുമ്പോൾ, through challenges, നിങ്ങൾ ഇത് എല്ലാവരോടും പറയത്തില്ല. you won't say to everyone. എന്നാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ചില റിലേഷനുകൾ നിങ്ങൾക്കുണ്ടായിരിക്കും. You will only share with those who are very close to you. ദൈവത്തിന് സ്തോത്രം. സ്കൂളുകളിൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, നമുക്ക് ഭവനങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ട്. എന്നാൽ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ 100 പേര് കാണത്തില്ല, 10 പേര് കാണത്തില്ല, 1 or 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ജീവിതത്തിൽ കാണും. In your school, in your workplace, in your settings, you may have friends, but they may not be your best friends, your good friends. There may be only few handful of people. നമുക്ക് കൃത്യമായി നമ്മുടെ ഫ്രണ്ട്സിനെ മനസ്സിലാക്കണമെങ്കിൽ, നമ്മളെ സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കണമെങ്കിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മളെ കൈവിടാതെ നമ്മളോട് കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ യഥാർത്ഥ സ്നേഹിതർ എന്ന് പറയുന്നത്. The real test of who is a good friend of yours will be tested only when you realize that when you go through a challenge, Amen. when you go through a trouble, they stick closer to you than other times. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന, എല്ലാവരെയും ഒരുപോലെ അറിയുന്ന, എല്ലാവരും വിട്ടാലും ഒരിക്കലും കൈവിടാത്ത ഒരുവനുണ്ട്. അത് നല്ല ശമരിയക്കാരനായ കർത്താവായ യേശുക്രിസ്തു But let me മാത്രമാണ്. also remind you, even though every friend may desert us, there is still someone who will stick closer to us, and his name is Jesus. ആ കർത്താവ് മാത്രമേ നമുക്ക് അങ്ങനെ ഒരു വാഗ്ദത്തം ചെയ്തിട്ടുള്ളൂ. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാം. Jesus alone is the one who has promised us and who has spoken to us that I will never leave you, never abandon you. എനിക്കും നിങ്ങൾക്ക് ഒരു വലിയ റിലേഷൻ ഉണ്ട്. അത് ക്രൂഷ്യലെ റിലേഷൻ ആണ്.
You and I have a big relationship, a great relationship that comes out of the അത് relationship of cross. അത് വചനത്തിൽ കൂടി ഉണ്ടാക്കപ്പെട്ട റിലേഷനാണ്. There is a relationship based out of God's അത് word. ലോകം കൊണ്ട് തീരാത്ത ബന്ധമാണ്. There is not a relationship that ends with our death here. പ്രിയബന്ധമെന്നാണ് പ്രിയബന്ധമെന്ന് നമ്മൾ പാടി ദൈവത്തെ സ്തുതിച്ചിട്ടുള്ള നിത്യതയോളം നിലനിൽക്കുന്ന ആത്മബന്ധങ്ങൾക്ക് നമ്മൾ അവകാശികളായി തീർന്നിരിക്കുകയാണ്. Those are relationships which we sing in Malayalam songs, that those relationships go beyond death, even unto eternity. ഇവിടെ മൂപ്പനാകുന്ന യോഹന്നാൻ താൻ സ്നേഹിക്കുന്ന ഗായോസിന് വേണ്ടി എഴുതുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത്. The elder John writes to his beloved Gaius like this, whom I love in truth. പിന്നീട് ഇങ്ങനെ പറയുന്നു, പ്രിയനെ. Then he says, beloved. ആ രണ്ട് പ്രാവശ്യം പദം ഉപയോഗിക്കപ്പെടുകയാണ്. 2 times he uses those words. നമുക്ക് എത്ര പേരെ ഇങ്ങനെ നമുക്ക് പറയാൻ കഴിയും? How many people can we truly say that I love you in truth and you are beloved to me? എനിക്ക് പ്രിയനായവൻ. You are beloved to me. വേദപുസ്തകത്തിൽ അതിനെക്കുറിച്ച് ഒത്തിരി ഭാഗങ്ങൾ പല ഭാഗങ്ങളായി ഓർപ്പിക്കുന്നുണ്ട്. There are many passages in scripture which talks about the belovedness of each other. നമുക്ക് മറ്റുള്ളവർക്കും മറ്റുള്ളവർ നമുക്കും പ്രിയരാകാൻ നല്ല വ്യക്തിത്വങ്ങൾക്ക് ഉടമയാകണം. നല്ല വ്യക്തിത്വത്തെ വാർത്തെടുപ്പാൻ നമുക്ക് കഴിയുന്നത്, നമ്മളെ സഹായിക്കുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. For us to become beloved one to another, we must have fine qualities that this person Gaius had. And what makes you and me those fine qualities is God's word. നമ്മൾ ഒരു നല്ല വ്യക്തിത്വത്തെ പടുത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന ദുർസ്വഭാവങ്ങളെ വിട്ടിട്ട് ക്രിസ്തുവിൽ നല്ല മനസ്സുള്ളവരായി തീരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ ഒത്തിരി സഹായിക്കുന്ന പുസ്തകമാണ് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം എന്ന് പറയുന്നത്. ശുദ്ധീകരണം. The book of Proverbs is a good book which will really refine us in bringing qualities that we really like, and that qualities would indeed endear us to others. പുതിയ നിയമം ഇങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി സകലതും പുതുതായി തീർന്നിരിക്കുന്നു. The Bible teaches us that if any man is in Christ Jesus, he is a new creation. The old has gone, behold, everything has become new. അങ്ങനെ ക്രിസ്തുവിൽ യോഹന്നാന്റെ ശിഷ്യനായിരുന്ന ഗായോസിന് വേണ്ടി യോഹന്നാൻ പറയുകയാണ്, പ്രിയനെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. Gaius, who has become a beloved of John the Apostle, he's saying to him, I am praying for you. സ്നേഹം നമുക്ക് പ്രദർശിപ്പിക്കാനുള്ളതാണ്. Love is something to be exhibited. ആമേൻ. ജനം സ്നേഹത്തെ മനസ്സിലാക്കുന്നത് പ്രവർത്തികളിൽ കൂടെയും വാക്കുകളിൽ കൂടെയുമാണ്. People exhibit love through your words and through your actions. അതുകൊണ്ടാണ് വേദപുസ്തകത്തിലെ ഗോൾഡൻ വേഴ്സ് എന്ന് നാം പറയുന്ന ആമേൻ വേദപുസ്തകത്തിലെ ആമേൻ സ്വർണ്ണവാക്യം എന്ന് പറയുന്ന വാക്യം ഇങ്ങനെ പറയുന്നു, യോഹന്നാൻ 3:16. അതിങ്ങനെയാണ് പറയുന്നത്. For God so loved the world. Would you repeat after me? Would you say with me? Amen. For God so loved the world that he gave his only begotten son, that whosoever believes in him shall not perish but have everlasting life. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിത്യ സ്നേഹം ക്രൂശിലെ സ്നേഹത്താൽ നാം സ്നേഹിക്കപ്പെട്ടവരാണ്. We are being loved with an eternal love that was shed on the cross of Calvary. നമ്മുടെ ഇടയിൽ ബയോളജിക്കൽ റിലേഷനുകളൊന്നുമില്ല നമുക്ക്. We all may not have any biological relationship. എന്നാൽ നമുക്കിടയിൽ ഒരു ബന്ധമുണ്ട്, അത് ക്രിസ്തുവിന്റെ രക്തത്താലുള്ള ബന്ധമാണ്, നിത്യമായ ബന്ധമാണ്. The relationship that you and I have has come to us because of Jesus Christ. അങ്ങനെയുള്ള ബന്ധത്താൽ സ്ഥാപിക്കപ്പെട്ട യോഹന്നാൻ പറയുന്നു, പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കണം. And John the Apostle writes to this elder, to this friend Gaius, I pray that everything may prosper for you, not just in your physical body, but even in your spirit. നമ്മുടെ രണ്ട് കാര്യങ്ങൾ, ഒന്ന് സത്യത്തിൽ 1 Timothy chapter 1 verse 5 ഇങ്ങനെ പറയുന്നു. 1 തിമോത്തിയോസ് 1 അധ്യായം 5 വാക്യം. 1 Timothy chapter 1 verse 5 we read like this. അവിടെ ഇങ്ങനെയാണ് നമുക്ക് വായിക്കാം, ആജ്ഞയുടെ ഉദ്ദേശമോ 1 Timothy chapter 1 verse 5. ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം. യഥാർത്ഥ സ്നേഹം എന്താണ്? There Paul says the aim of our charge is love that issues from a pure heart and a good conscience and a sincere faith. അവൻ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു വസ്തുതയാണ്, എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യഥാർത്ഥ സ്നേഹം എവിടെ നിന്നുണ്ടാകുന്നു? Where does true love come from? ഒന്ന് ശുദ്ധ ഹൃദയമായിരിക്കണം. From a pure heart. പ്രതിഫലേച്ഛ കൂടാതെ സ്നേഹിക്കുക. From a love that loves without seeking for reward. ആമേൻ. പ്രതിഫലേച്ഛ കൂടാതെ സ്നേഹിക്കുന്ന ശുദ്ധ ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കുക. From a pure heart, when we love others without seeking for any remuneration or reward. രണ്ടാമത് നല്ല മനസാക്ഷി. Secondly, having a good conscience. നമ്മുടെ സ്നേഹത്തിൽ മനസാക്ഷി കുറ്റമിരിക്കാത്ത സ്നേഹമായിരിക്കണം. When we love others, our conscience must never, മൂന്നാമത് പറയാണ് നിർവ്യാജ വിശ്വാസം.
Thirdly, a sincere faith. ആമേൻ. വിശ്വാസത്തിന് കോട്ട വരാത്ത സ്നേഹം. A faith that is never trampled down. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം നമുക്ക് തന്നു. ആ സ്നേഹമാണ് ക്രൂശിലെ സ്നേഹം. John says, behold, the Father has loved us so much that he gave his only son for us. അപ്പൊ സത്യത്തിൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നിങ്ങൾ ശുഭമായിരിക്കട്ടെ. So when we truly love someone, let us pray, Lord, it may be well with them in physical and spiritual. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഇടത്തും വലത്തും ഇരിക്കുന്നവർക്ക് വേണ്ടി, നിങ്ങളുടെ സ്നേഹിതർക്ക് വേണ്ടി, നിങ്ങളുടെ സഭയിലുള്ളവർക്ക് വേണ്ടി, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, അവരെല്ലാത്തിലും ശുഭമായിരിക്കട്ടെ. This morning, can I ask you, church, could you pray for those who are seated next to you, for your friends, for your family, for your parents, for your elders, for your children? Can you pray, Lord, may it go well with Praise the them? Lord. മറ്റുള്ളവരുടെ നന്മ നമുക്ക് കാണാൻ കഴിയട്ടെ. Can we see the goodness of others? മറ്റുള്ളവരുടെ ഉയർച്ചയിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയട്ടെ. Can we see the rise of others? അതാണ് യഥാർത്ഥ സ്നേഹത്തിലുള്ളതാകുന്ന അഭിവൃദ്ധി എന്ന് പറയുന്നത്. When you and I when we are not conceited with others' love, that's when we say we truly love others. അങ്ങനെ സ്നേഹിക്കുമ്പോൾ പറയണം, നീ സകലത്തിലും ശുഭമായിരിക്കണം. എല്ലാത്തിലും തൊടുന്നതിലെല്ലാം അനുഗ്രഹിക്കപ്പെടണം. വീട്ടിൽ അനുഗ്രഹിക്കപ്പെടണം, ജോലിയിൽ അനുഗ്രഹിക്കപ്പെടണം, യാത്രയിൽ അനുഗ്രഹിക്കപ്പെടണം, സഭയിൽ അനുഗ്രഹിക്കപ്പെടണം, ദേശത്ത് അനുഗ്രഹിക്കപ്പെടണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. When there is no jealousy in our heart, and when we truly say, I want to see that you be blessed in your physical life, in your spiritual life, in your family life, in your job life, in your education, in all aspects of your life, I want to see that you may prosper. യേശു അഭിവൃദ്ധിയെ കുറിച്ച് ഇങ്ങനെ പറയുവാനിടയായി തീർന്നു. Jesus said something like this about that prosperity. മത്തായി എഴുതിയ സുവിശേഷം 6-33 വാക്യത്തിൽ, Gospel of Matthew chapter 6 verse 33. നമുക്ക് എല്ലാം അറിയാവുന്ന വാക്യമാണ്. സ്കൂൾ മുതൽ പഠിക്കുന്ന We വാക്യമാണ്. all know that verse very well. ആമേൻ. മുൻപേ അവന്റെ നീതിയും രാജ്യവും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് തരും. Can we all repeat that together with us? Seek ye first the kingdom of God, and all these things shall be. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ എല്ലാം തരാമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്? What is the prosperity? What is the blessing that Jesus promises? ഭൗതിക നന്മയ്ക്കല്ല ക്രിസ്തു കാൽവരിയിൽ മരിച്ചത്. Jesus didn't die so that he can make you and me rich in the worldly sense. നമ്മൾ അഭിവൃദ്ധി പ്രാപിക്കണം. We must become well. നമ്മൾ നല്ല കാര്യങ്ങളിൽ യാത്ര ചെയ്യണം. We must become prosperous. നല്ല വീടുകളിൽ പാർക്കണം. We should live in good house. ക്രിസ്തു മരിച്ചത് അതിനല്ല. ക്രിസ്തു മരിച്ചത് നമുക്ക് നിത്യജീവൻ തരാനാണ്. Jesus died so that you and I can experience eternal life. ബാക്കിയെല്ലാം ബോണസാണ്. Rest, everything that you and I receive is a bonus, a gift from him. ദൈവത്തെ അറിയുന്നവർ ഒരു നാളും അവൻ നശിച്ചു പോയിട്ടില്ല. അവരെല്ലാം അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ട്. Those who have known the Lord, they have always been blessed. നമ്മുടെ പിതാക്കന്മാരൊക്കെ കേരളക്കരയിൽ നിങ്ങളൊക്കെ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ അവൻ ചാണകം തളിച്ച തറയിലിരുന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത നാളുകളിൽ അതിന്റെ നന്മ ദൈവം തലമുറമേൽ നന്നപ്പോൾ ഒന്നോർക്കണം, എന്റെ സകല നന്മയുടെ അഭിവൃദ്ധിയുടെ കാരണം കർത്താവാണ്. We can always look back to our parents back in Kerala when they lived and they served the Lord in the limited means that they had. But think about it, the generations have been blessed. അവർ നാടും വീടും വിട്ട് ക്രിസ്തുവിന്റെ പിന്നാലെ സ്നേഹത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. They left everything and they carried on in the name of Jesus. അവർ കർത്താവിനെ സ്നേഹിച്ചു. They loved the Lord. ദൈവം അവരെ അനുഗ്രഹിപ്പാനിടയായി. The Lord indeed blessed them. ദൈവത്തിന് സ്തോത്രം. യേശു പറയുന്നു അവന്റെ നീതിയും രാജ്യം അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ. അവിടെ മുകളിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. Jesus said, first seek his kingdom and his righteousness, then all these things. He talks about 3 things there. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനയെ നമുക്കൊന്ന് ശോധന ചെയ്യാൻ കഴിയുമോ? Could we examine our prayer life? നിങ്ങളുടെ പേഴ്സണൽ പ്രയർ എന്താണെന്ന്, what is our personal prayer life? നിങ്ങളുടെ ഫാമിലി പ്രയറിലെ വിഷയം എന്താണെന്ന് നോക്കാം. What is the family prayer needs that you have? നമ്മൾ ചർച്ച ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയം എന്താണെന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? What is the prayer need of the church? അത് 3 ശുഭതകളാണ്. All those are prosperous things, blessed things. അതിനെ നമുക്ക് 3 ഹെഡിങ്ങുകളിൽ കൊണ്ടുവരാൻ പറ്റും. We can bring it under 3 headings. ഒന്ന് അവൻ ശാരീരികമായ ശുഭത. One is physical blessings. രണ്ടാമതായിട്ട് അല്ലെങ്കിൽ ആരോഗ്യപരമായ നന്മകൾ. Secondly, things pertaining to your health. ഫസ്റ്റ് ആരോഗ്യപരമായ. Yes, healthy. രണ്ടാമത്തെ കാര്യം ആത്മീക നന്മകളാണ്. Secondly is spiritual blessings. മൂന്നാമത്തേത് ഭൗതിക നന്മകളാണ്. Thirdly is material blessings. നമ്മൾ 1 മണിക്കൂർ പ്രാർത്ഥിച്ചാലും, in 1 hour that we pray, 1 മിനിറ്റ് പ്രാർത്ഥിച്ചാലും, even if we pray for 1 minute, നമ്മുടെ പ്രാർത്ഥനയുടെ കണ്ടന്റ് എന്ന് പറയുന്ന 3 കാര്യമായിരിക്കും. this would be the 3 major divisions of our prayer. നമുക്ക് ശുഭതയുണ്ടാകണം. We must be well. ഇന്നലെ നിങ്ങൾ എന്താണ് പ്രാർത്ഥിച്ചത്? What did you pray yesterday? ഇന്ന് രാവിലെ നിങ്ങൾ എന്താണ് പ്രാർത്ഥിച്ചത്? What did you pray this morning? കർത്താവേ,
ഞങ്ങൾ സഭായോഗത്തിന് കടന്നു പോകുന്നു. Lord, we are going to church. ഒരാഴ്ച ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ? Give us the grace so that we may sustain one more week in this world. ആദ്യം അവന്റെ നീതിയും രാജ്യം അന്വേഷിക്കുക. First seek his kingdom and his righteousness. ആത്മിക ശുഭത. Pray for the spiritual blessing. കൃപവരങ്ങൾ തരണമേ. Lord, fill us with spiritual blessings. പാടാൻ കൃപ തരണമേ. Lord, give me the grace to sing. പ്രാർത്ഥിക്കാൻ കൃപ തരണമേ. Give me the grace to pray. ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ കൃപ തരണമേ. Give me the grace so that I can live for അത് you. നമ്മൾ അന്വേഷിച്ചാൽ When we seek those things, അതോടുകൂടി എല്ലാം തരാൻ ദൈവം He വിശ്വസ്തനാണ്. is faithful to bless us with other things as well. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്. Paul reminds the church at Ephesians in chapter 1 verse 3. സ്വർഗ്ഗത്തിലെ സകലവിധ ആത്മീക അനുഗ്രഹങ്ങളാൽ ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം. He has blessed us with every spiritual blessings in Christ Jesus in the heavenly places. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യം. In Ephesians chapter 4 verse 11. അവിടെ സഭയുടെ ആത്മീക അനുഗ്രഹങ്ങൾക്കായി ശുശ്രൂഷക വൃന്ദങ്ങളെ ദൈവം തന്നു. There we see that Jesus blessed the church by raising up people to serve in the church. അവിടെ സഭ ക്രിസ്തുവിൽ വളരാൻ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ആമേൻ സുവിശേഷകന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും ഇടയന്മാരെയും ദൈവം തന്നു. In Ephesians chapter 4 verse 11 and 12 we read, in order to bless the church, Jesus has blessed the church with spiritual blessings in apostles, in pastors, in preachers, in evangelists, in teachers. അവരെ ദൈവം നിയമിച്ചിരിക്കുന്നതാണ് കാണുന്നത്. We see that God has appointed them ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളർച്ച so പ്രാപിപ്പാൻ. that the people of God may be equipped for all good works. ക്രിസ്തു ആരാണ് നമുക്ക് തിരിച്ചറിഞ്ഞിട്ട് അവനെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ദൈവം നമുക്ക് തരാൻ If വിശ്വസ്തനാണ്. you and I really realize who Christ Amen. is, He is faithful to fill our life with rest of the blessings. 23-ാം സങ്കീർത്തനം 1-ാം വാക്യവും 23-ാം സങ്കീർത്തനം 6-ാം വാക്യവും ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. Psalm 23 verse 1 and Psalm 23 the last verse. ആമേൻ. 1-ാം വാക്യം പറയുന്നത് യഹോവ എന്റെ ഇടയനാണ്. Psalm 23 verse 1 says, the Lord is my shepherd. ഇടയൻ എന്റെ മുൻപിലാണ്. My shepherd walks ahead of me, താഴെ ആടുകളുടെ അനുഗ്രഹമാണ്. and it is a blessing for me. യഹോവയോടുകൂടി ആരംഭിക്കുന്ന സങ്കീർത്തനം When it starts, the journey starts with Jesus. നിത്യതയോടുകൂടി അവസാനിപ്പിക്കുകയാണ്. The psalm ends with eternity. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. We read like this. ആമേൻ. നന്മയും കരുണയും അറിയാവുന്നവരെല്ലാം ചേർന്ന് പറഞ്ഞ് Surely goodness and mercy shall follow me all the days of my life. എന്നെ പിന്തുടരും. Goodness and mercy അപ്പൊ ഞാൻ will എവിടെയാ follow me. നിൽക്കുന്നത്? Where am I standing? എവിടെയാ ഞാൻ നിൽക്കുന്നത്? Where am I എന്റെ standing? മുൻപിൽ എന്റെ കർത്താവുണ്ട്. My Jesus is in front എന്റെ of me. പിന്നിൽ നന്മകളുണ്ട്. Goodness and mercies are all behind ഞാൻ me. നന്മയുടെ പിന്നിലല്ല, ഞാൻ നന്മയുടെ മുന്നിലാണ്. I am not standing behind goodness, but I am standing in front of goodness Amen. because Jesus is in front of me. പക്ഷെ ഞാൻ ക്രിസ്തുവിന് പിന്നിലാണ്. But I am standing behind Jesus. എന്റെ മുമ്പിൽ കർത്താവുണ്ടെങ്കിൽ If Christ is in front of me, എനിക്ക് വേണ്ടതെല്ലാം ദൈവം കരുതിയിട്ടുണ്ട്. He is faithful to provide every single thing. നിങ്ങൾക്ക് വേണ്ടുന്നത് ഇന്നത്തേക്ക് വേണ്ടുന്നത് ഇന്ന് തരാൻ, നാളത്തേക്ക് വേണ്ടത് നാളെ തരാൻ, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടത് കരുതിയിരിക്കുന്ന കർത്താവുണ്ട്. നന്മയും കരുണയും പിന്നിൽ നിങ്ങൾ അനുഭവിക്കുകയാണ്. Surely goodness and mercy shall follow me all the days of my life. Whatever you and I need for today and for tomorrow, He Amen. is faithful to provide that. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന കർത്താവ്. He has blessed us with every spiritual blessing in Christ Jesus. കൊരിന്ത്യ ലേഖനം എടുത്ത് വായിപ്പിക്കാൻ ആഗ്രഹം. 1 കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായം 8 മുതൽ 10 വരെ സഭയ്ക്കുള്ള ആത്മിക കൃപാവരങ്ങളെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. In 1 Corinthians chapter 12, we read about the spiritual blessings that have been given for the church. അതാണ് യോഹന്നാൻ പറഞ്ഞത്, നീ ശുഭമായിരിക്കുന്നത് പോലെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ. And that is why John is praying, so that I pray that you may be Amen. well. നീ സകലത്തിൽ You ശുഭമായിരിക്കണം. must be well in all things. നമ്മൾ വിശ്വസിക്കണം, ഞാൻ തൊടുന്നതൊക്കെ You അനുഗ്രഹിക്കപ്പെടും. must believe that whatever I touch will be a എന്റെ blessing. വീട്ടിൽ ഞാൻ I അനുഗ്രഹിക്കപ്പെടും. will be blessed in my എന്റെ family. സഭയിൽ ഞാൻ I will be a അനുഗ്രഹിക്കപ്പെടും. blessing in my എന്റെ church. ദേശത്ത് ഞാൻ I will be a അനുഗ്രഹിക്കപ്പെടും. blessing in my country. കാരണം ഞാനല്ല, ഞാൻ അനുഭവിക്കുന്നത് ക്രിസ്തുവാണ്. Because not me, it is Praise the Christ Lord. who liveth in me. രണ്ടാമത്തെ ബ്ലെസ്സിങ്സ്, What is the second blessing? അത് ശാരീരികമായ It അനുഗ്രഹമാണ്. is our physical blessings. യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം 4-5 വാക്യത്തിൽ In Isaiah 53 verse 4 and 5 we read, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, He took our infirmities. നമ്മുടെ രോഗങ്ങളെ അവൻ സൗഖ്യമാക്കി. He healed all our sickness. തന്റെ അടിപ്പിണറിലാൽ നമുക്ക് സൗഖ്യം By നൽകുന്നു. His stripes are we healed. പകൽക്കാല രോഗികളുണ്ടെങ്കിൽ, Today, this morning, if there be sick people, if you are worried about ഒരു that, ഡോക്ടർക്കും ചെയ്യാൻ കഴിവുള്ള യേശുവുണ്ട്. അവൻ നിങ്ങളെ സൗഖ്യമാക്കാൻ what വിശ്വസ്തനാണ്. doctors cannot do, my Jesus is faithful and able to do that. ആമേൻ.
107 സങ്കീർത്തനം പറയുന്നു വചനം അയച്ചവരെ സൗഖ്യമാക്കും. In Psalm 107 we read, He will send forth His word and bring healing to them. ഇന്ന് പകൽക്കാലം ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ നീ എന്നെ This സൗഖ്യമാക്കണമേ. morning we can pray, Lord, heal me. ആമേൻ. മൂന്നാമത്തെ അനുഗ്രഹം ഭൗതിക നന്മകളാണ്. The third blessing is material blessings. ഫിലിപ്പിയ ലേഖനം 4-19 വാക്യം. In Philippians 4:19, എന്റെ ദൈവമോ my God നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ shall supply all your needs മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം according to His riches in glory യേശുവിൽ പൂർണ്ണമായി തീർത്തു തരുന്ന through ദൈവം. Christ Jesus. ആമേൻ. സ്തോത്രം. പ്രൊവേഴ്സിൽ നീതി സദൃശ്യവാക്യങ്ങളിൽ In Proverbs we read, ആമേൻ 8-17-18 വാക്യം പറയുന്നു. in Proverbs chapter 8 verse 17 and 18, എന്റെ പക്കൽ ധനമുണ്ട്, മാനമുണ്ട്, നീതിയും പുരാതന സമ്പത്തുമുണ്ട്. I have with me every blessing, even ancient blessings with me. അടുത്ത 1.5 മിനിറ്റ് കൊണ്ട് എന്റെ സന്ദേശം നിർത്താൻ ആഗ്രഹിക്കുന്നു. I'm going to be finishing it up in a couple of minutes. യോഹന്നാൻ ഗായോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. John is praying for Gaius. പ്രിയനെ, My beloved, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ just as your spirit is well, നീ സകലതിലും ശുഭമായും സുഖമായും ഇരിക്കണം. you may be prosperous, you may be well in everything pertaining to your life. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ Can കഴിയും. we pray that sincere prayer for others? നിങ്ങളുടെ സ്നേഹിതർക്ക് വേണ്ടി ഇങ്ങനെ Can we പ്രാർത്ഥിക്കാൻ pray കഴിയുമോ? for our friends like this? നിങ്ങളുടെ പാസ്റ്റർക്ക് വേണ്ടി ഇങ്ങനെ Can പ്രാർത്ഥിക്കാൻ we pray for കഴിയുമോ? our pastor like നിങ്ങളുടെ that? വിശ്വാസികൾക്ക് വേണ്ടി Can we പ്രാർത്ഥിക്കാൻ pray for our കഴിയുമോ? fellow brothers like നമുക്കൊരു that? ശുഭത തരുന്ന ദൈവമുണ്ട്. Lord, the one who prospers us, സ്തോത്രം. എല്ലാം നൽകുന്ന കർത്താവ്. my God who supplies all my needs. എന്റെ ബുദ്ധി പ്രവർത്തിക്കാത്ത എന്റെ ബുദ്ധി അബലമാകുമ്പോൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ടെന്ന് ഞാൻ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുകയാണ്. I believe that when my mind fails, my strength fails, Amen. God is faithful to bring everything to come to എന്റെ pass. മുൻപിൽ എല്ലാം അടഞ്ഞിരിക്കുമ്പോൾ When everything is, doors are closed വഴി before me, തുറക്കാൻ എന്റെ കർത്താവ് there is വിശ്വസ്തനാണ്. a God who opens a new door for എല്ലാ me. കണ്ണുകളും അടയ്ക്കാം. Shall we close our ഒരു eyes? നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. Shall we pray for a നമുക്ക് moment? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Shall we pray for our നമുക്ക് വേണ്ടി neighbor? പ്രാർത്ഥിക്കാം. Shall we pray for one പകൽക്കാലം നീ another? രോഗിയാണെങ്കിൽ, If you are sick today, അവൻ ഇന്ന് പകൽക്കാലം ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് നിൽക്കുന്നെങ്കിൽ, if you are sick or you are burdened with something today, നിങ്ങളുടെ മുമ്പിൽ വഴി അടഞ്ഞു നിൽക്കുന്നെങ്കിൽ, if you think that door is closed for നിങ്ങളുടെ you, തലമുറയുടെ വഴി അടഞ്ഞു if നിൽക്കുന്നെങ്കിൽ, you feel that your generation's door is closed, ഭാരപ്പെടണ്ട. നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് വരാം. would you consider, would you unburden yourself in the presence of God? നമുക്ക് ശുഭതയോടെ മുന്നേറാൻ ദൈവം സഹായിക്കട്ടെ. May the Lord help us that we go forward in ഞാൻ എന്റെ prosperity. കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. I pray this morning ഈ കർത്താവിന്റെ ദാസൻ കുടുംബം, so that I may bless his pastor and family, ദൈവസഭ, this church, ഇവിടെയുള്ള എല്ലാ ദൈവമക്കളും every child of God, ക്രിസ്തുവിൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ. that they may continue to be എല്ലാ prosperous നന്മയും പ്രാപിക്കട്ടെ. in every region, ദൈവം നമ്മെ വചനങ്ങളാൽ in അനുഗ്രഹിക്കട്ടെ. every aspect of that. ആമേൻ. They may be blessed. മാറാനാഥ. The Lord is coming. Hallelujah.